അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ആല ജാരിയതൈൻ, രണ്ട് പെൺകുട്ടികളെ ഇസ്ലാമികമായിട്ട് വളർത്താൻ, ഞാനും അവനും ഒന്നുപോലെ സ്വർഗത്തിൽ കടങ്ങും. ഒരു പെണ്ണ്, അൽ ഉമ്മു മദ്രസത്തുൻ, അൽ ഉമ്മു ഉസ്താദത്തുൻ, ഉമ്മ എന്ന് പറയുന്നവൾ ഒരു യൂണിവേഴ്സിറ്റിയാണ് സഹോദരങ്ങളെ, യൂണിവേഴ്സിറ്റിയാണ്. ഒരു പെണ്ണിനോടും ഇസ്ലാം പറഞ്ഞില്ല നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ. ആൺകുട്ടിയോട് പറഞ്ഞു, മോനെ, നിന്റെ കുഞ്ഞാവേണ്ട, നിന്റെ കുഞ്ഞിനെ ചുമക്കേണ്ട തള്ള ആരായിരിക്കണമെന്ന് എല്ലാ ചെറുപ്പക്കാരോടും ഇസ്ലാം പറഞ്ഞു. ഒരു പെണ്ണിനോട് പോലും ഇസ്ലാം പെണ്ണിനെ കാത്തു സൂക്ഷിക്കാണ്. ഇസ്ലാം പെണ്ണിന്റെ ഐസത്തിനെ കാത്തു സൂക്ഷിക്കാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണിന്റെ വില. ഉപ്പ വിവാഹം കഴിച്ചു കൊടുക്കും ഒരുത്തന്റെ അടുത്ത്, അല്ലാഹ് കാക്കട്ടെ, തലാഖ് ചൊല്ലിപ്പോയാലോ വീണ്ടും അവള് മടങ്ങും. ആർക്കാണ് മോന്? അതാണ് പെണ്ണ്. പക്ഷെ ഒരു പെണ്ണ് വിവാഹം കഴിക്കുമ്പോൾ അവൾ എങ്ങനെ മാറണം, അവൾ എങ്ങനെ ആയിരിക്കണം? നമ്മളെ മക്കളെ ഒരു പെണ്ണിനെ വളർത്തിയെടുക്കുമ്പോൾ, അതുകൊണ്ടാണ് സാധാരണ പറയും, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് ആ കുഞ്ഞിന്റെ ഉമ്മയെ നോക്കും, ഉമ്മയുടെ ആദാത്തുകൾ, ഉമ്മയുടെ. പെണ്ണിനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. ഒരു പെൺകുട്ടി എന്ത് മനസ്സിലാവും? ജീവിതം ഇപ്പൊ തുടങ്ങി വരുന്ന ഒരു പെൺകുട്ടി അവളുടെ ഉമ്മയെ നോക്കും, അവളുടെ ഉമ്മയുടെ അഖ്ലാഖ്, അവളുടെ ഉമ്മ അവളുടെ ഉപ്പയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ നോക്കുന്നവൻ അവളുടെ ഉമ്മയെ നോക്കും. സഹോദരങ്ങളെ, ഞാൻ കുടുംബക്കാരോട്, ഫാമിലികളോട് പറയും, നിങ്ങൾ മക്കളെ പ്രസവിച്ചാൽ മക്കൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിരിക്കും. വന്നാ ഏതായാലും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം അള്ളാഹുവിന്റെ ആജ്ഞയാണ്. ഒരു ആലിമീങ്ങൾ സൂറത്ത് ഖുർതുബിയിൽ നോക്കൂ, അള്ളാഹ് ആജ്ഞാപിക്കുന്നു, നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക. വാങ്കിഹു അലിഫുൽ ഹംസ അവിടെ വന്നതിന്റെ ഉദ്ദേശം അൽ ഖിതാബ് ലിൽ ഔലിയാ അൽ ഉമൂർ. അതുകൊണ്ട് നമ്മളെ മക്കളെ വളർത്തുമ്പോ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആൺകുട്ടിയെ വളർത്തുമ്പോ ഒരു പെൺകുട്ടിയെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ളവനായിട്ട് വളർത്തണം. പെൺകുട്ടിയെ വളർത്തുമ്പോ അവൾ എന്തും ആയിക്കോട്ടെ, ഒരു ഭാര്യയാവാനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ മക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. ഈ വിവാഹം അള്ളാഹു ഖൈറിലാക്കട്ടെ. ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരികളും അള്ളാഹു അവർക്ക് നല്ല ജീവിതം നൽകട്ടെ. ഇവിടെ നിന്നും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, പണക്കാരനും പാവപ്പെട്ടവനും ഒരുപാട് പ്രയാസവും വേദനയും സങ്കടവും അനുഭവിക്കുന്ന ഈ ദിവസങ്ങളിൽ അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ ഈ വീട്ടിൽ നിന്ന് നിന്നോട് ചോദിക്കുന്നു, റഹ്മാനെ, ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഗൾഫുകാരൻ അവൻ മടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടവനായിട്ട് മടങ്ങാതെ, രോഗിയായിട്ട് മടങ്ങാതെ, പ്രയാസപ്പെട്ടവനായിട്ട് മടങ്ങാതെ അള്ളാന്റെ റസൂല് ഭയപ്പെട്ടതുപോലെ ഞങ്ങൾ ഭയപ്പെടുന്നു റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅദാഇ സഫർ വകാബത്തിൽ മുൻഖലബ്. ഗൾഫുകാരൻ മടങ്ങുമ്പോൾ റഹ്മത്തും ബർക്കത്തും ആഫിയത്തും ഹിദായത്തും ചുമന്നുകൊണ്ട് മടങ്ങുവാനുള്ള തൗഫീഖ് അല്ലാഹ് എളുപ്പമാക്കട്ടെ. ഈ വിവാഹത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനുവേണ്ടി സഹായിച്ചവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന ആലിമീങ്ങൾ, ഈ രാജ്യത്തിലെ വേണ്ടപ്പെട്ടവർ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ